നമസ്കാരം. ട്രംപിന്റെ രാഷ്ട്രീയം അമേരിക്ക ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത കോമഡി ഷോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ട്രംപ് ഒരു രാഷ്ട്രാധിപൻ എന്നതിനേക്കാൾ കൂടുതൽ ഒരു ടെലിവിഷൻ താരവും സോഷ്യൽ മീഡിയ അഡിക്റ്റുമൊക്കെയായി മാറിക്കൊണ്ട് തന്റെ മുഖം വെളുപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രസംഗങ്ങൾ, ട്വിറ്റർ പോസ്റ്റുകൾ, താൽക്കാലിക തീരുമാനങ്ങൾ എന്നിവ എല്ലാം തന്നെ രാഷ്ട്രീയത്തെക്കാൾ വിനോദരംഗത്തിന്റെ ഭാഗമായി. സ്വന്തം രാജ്യത്തിനും ലോകത്തിനും വല്ലതും നല്ലത് ചെയ്യുന്നതിനേക്കാൾ തന്റെ സ്വപ്നപരമായ സ്വാധീനം നിലനിർത്താനുള്ള ശ്രമമാണ് ട്രംപ് നടത്തിക്കൂട്ടുന്നത്. അമേരിക്കൻ സ്ഥാനപതി എന്ന കസേരയെ കളിപ്പാട്ടം പോലെ തട്ടിക്കളിച്ച മറ്റൊരു നേതാവ് അമേരിക്കയുടെ ചരിത്രത്തിൽ ഉണ്ടോ എന്ന് പോലും സംശയമാണ്. പല രാജ്യങ്ങളെയും ഭീഷണിപ്പെടുത്തിയെങ്കിലും ഒടുവിൽ ട്രംപ് ലോകത്തിന്റെ പരിഹാസപാത്രമായി എന്നത് വസ്തുതയാണ് എന്നത് നിലനിൽക്കുകയും ട്രംപിന്റെ ഭരണത്തിന് നയങ്ങൾ കുറച്ചൊന്നുമല്ല ലോകരാഷ്ട്രങ്ങളെ മൊത്തത്തിൽ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് എടുത്തു പറയാതെ കഴിയില്ല. അതിനെതിരെ അരയും തലയും മുറുകെ യുദ്ധം ചെയ്യുന്നത് ചൈനയും ഇന്ത്യയും മാത്രമാണ്. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ മുൻനിര ശത്രുക്കളുടെ പട്ടികയിൽ ഇന്ത്യയും ചൈനയുമാണ്. ഇന്ത്യക്കെതിരെ കഴിഞ്ഞ ദിവസം വീണ്ടും താരിഫ് ഭീഷണി മുഴക്കിയതിനു പിന്നാലെ ചൈനയെ കൂടി കെട്ടിവരിയാൻ പുറപ്പെട്ടിരിക്കുകയാണ് ട്രംപ്. അമേരിക്കയുമായി നീതിപൂർവമായ വ്യാപാര കരാറിൽ എത്തിച്ചേരാത്ത പക്ഷം ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കുമേൽ നവംബർ 1-ാം തീയതി മുതൽ 155% വരെ തീരുവ ചുമത്തുമെന്നാണ് ട്രംപ് ഭീഷണി മുഴക്കിയിരിക്കുന്നത്. വൈറ്റ് ഹൌസിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസുമായി ധാതു കരാർ ഒപ്പിട്ടതിനു പിന്നാലെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ധാതുക്കളുടെ ഇറക്കുമതിയിൽ ചൈനയോടുള്ള ആശ്രയത്വം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഓസ്ട്രേലിയയുമായി US കരാർ ഒപ്പിട്ടിട്ടുള്ളത്. ചൈനയ്ക്ക് അമേരിക്കയോട് ഏറെ ബഹുമാനമുണ്ടെന്നാണ് കരുതുന്നതെന്നും തീരുവ ഇനത്തിൽ വലിയ തുകയാണ് അവർ തരുന്നത് എന്നും പറഞ്ഞ ട്രംപ് ചൈന 55% തീരുവയാണ് ഒടുക്കുന്നതെന്നും അത് വലിയ തുകയാണ് എന്നും കൂട്ടിച്ചേർത്തു. കൂടാതെ ചൈന 55% അടച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഇരു രാജ്യങ്ങളും തമ്മിൽ കരാറിൽ എത്തിച്ചേർന്നില്ല എങ്കിൽ നവംബർ 1-ാം തീയതിയോടെ അത് 155% ആകുമെന്നും ആൽബനീസുമായുള്ള ചർച്ചയ്ക്ക് ശേഷം പറഞ്ഞു. US-ന്റെ വ്യാപാര നയങ്ങളെ മുൻപ് ധാരാളം രാജ്യങ്ങൾ ചൂഷണം ചെയ്തിരുന്നെന്നും എന്നാൽ ഇനി അത്തരമൊരു നേട്ടം കൊയ്യാൻ ആരെയും അനുവദിക്കില്ല എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. അതേസമയം ചൈനയുമായി വ്യാപാര യുദ്ധം കടുപ്പിക്കുന്ന US-നെ നിലയ്ക്കു നിർത്താൻ അവരുടെ തന്നെ തന്ത്രങ്ങൾ തിരിച്ചു പ്രയോഗിക്കുകയാണ് ഇപ്പോൾ ചൈന. US കമ്പനികളുടെ സാങ്കേതിക വിദ്യ ചൈനീസ് കമ്പനികൾക്ക് ലഭ്യമാകുന്നത് തടയുന്ന ഫോറിൻ ഡയറക്ട് പ്രൊഡക്ട് റൂളിന് സമാനമായ നടപടിയുമായാണ് ചൈന രംഗത്തെത്തിയിരിക്കുന്നത്. US സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന വിദേശത്ത് നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളെ നിയന്ത്രിക്കാനാണ് ഈ നിയമം ഉപയോഗിക്കുന്നത്. പ്രധാനമായും ചൈനയെ ലക്ഷ്യമിട്ടുള്ള തന്ത്രമാണിത്. അപ്പോൾ അപൂർവ ധാതുക്കളുടെ കാര്യത്തിൽ ചൈനയും സമാനമായ നീക്കമാണ് നടത്തുന്നത്. ചൈനയിൽ നിന്നുള്ള അപൂർവ ധാതുകാന്തങ്ങൾ കയറ്റുമതി ചെയ്യണമെങ്കിൽ വിദേശ സ്ഥാപനങ്ങൾ സർക്കാർ അനുമതി നേടണമെന്നാണ് ഇപ്പോൾ ചൈനീസ് ഭരണകൂടത്തിന്റെ നിർദ്ദേശം. അപൂർവ ധാതുക്കളുടെ കാര്യത്തിൽ വിദേശ ആശ്രിതത്വം കൂടുതലുള്ള രാജ്യമാണ് US. ചൈനീസ് നിയന്ത്രണം US-ന്റെ പല പദ്ധതികളെയും ഗുരുതരമായി ബാധിക്കും. ചുരുക്കത്തിൽ അതിരൂക്ഷ രക്തരഹിത യുദ്ധം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് വേണം പറയാൻ. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച